ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മൾ ഈവനിങ് ടു നൈറ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ശീലങ്ങൾ നമുക്കുണ്ടെങ്കിൽ രാവിലെ നമുക്കത് നല്ലൊരു ഹാപ്പി ആൻഡ് പ്രൊഡക്റ്റീവ് മോർണിംഗ് ആക്കി മാറ്റാൻ പറ്റും. അതിന് എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈവനിങ് ഹാബിറ്റ്സ് ആയിട്ട് നമ്മൾ 6 to 9 വരെയുള്ള ടൈമിൽ 6 PM to 9 PM വരെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ TV ഇതെല്ലാം കാണുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ സമയത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് റിലാക്സേഷൻ ടെക്നിക്സുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഡീപ് ബ്രീത്തിങ്, ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ റിലാക്സേഷന് വേണ്ടി ഇതുപോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു വാം ബാത്ത് എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ പിന്നെ കാലൊക്കെ കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം നമ്മൾ വൈകുന്നേരം വരെ പണിയൊക്കെ എടുത്ത് നമ്മൾ ആകെ ടയേർഡായി കാലുവേദന അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുകയും, അതുപോലെ തന്നെ കുറച്ച് സമയം ഒന്ന് നമ്മൾ കാലൊക്കെ ഒന്ന് ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അപ്പം നമ്മൾ കിടക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സുഖം കിട്ടും. വേദനകളിൽ നിന്നൊക്കെ നമുക്കൊന്ന് സുഖം കിട്ടും. പിന്നെ നമുക്ക് രാവിലെ നല്ല ഉഷാറായിട്ട് നമുക്ക് എണീക്കാനും നമ്മൾ ആ ദിവസം ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റാനും നമുക്ക് സാധിക്കും. രാവിലെ നമുക്ക് ഉഷാറോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് സമയം എന്തെങ്കിലും നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന ബുക്കുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കുക, അല്ല മാഗസിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കുക. പിന്നെ നമ്മൾ പിറ്റേ ദിവസം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. എന്നിട്ടത് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ആ ടാസ്കിനൊക്കെ ഒന്ന് തരംതിരിച്ച് നമ്മളൊന്ന് സെറ്റാക്കി വെക്കുക. ഇത്രയാണ് നമ്മൾ 6 PM മുതൽ 9 PM വരെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ നൈറ്റ് ടൈം ഹാബിറ്റ്സ് ആണ്. അത് 9 മണി മുതൽ 10:30 വരെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ 6 മണി തൊട്ടിട്ട് നമ്മൾ 10:30 വരെ ഓരോ കാര്യങ്ങളും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. അപ്പോൾ 6 മണി മുതൽ നമ്മൾ 9 മണി വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 9 മണി മുതൽ 10 മണി വരെ നമ്മൾ നൈറ്റ് ടൈം ഹാബിറ്റ്സ് ആണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റൈറ്റ് ഇൻ എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. നമ്മളൊരു കാര്യങ്ങൾ ഇപ്പം നമുക്ക് എഴുതി വെക്കുക. നമുക്ക് നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റി, ഇനി എന്തെങ്കിലും നമുക്ക് കുറച്ചും കൂടെയൊക്കെ നമുക്ക് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് എഴുതി വെക്കുക. 3 കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. പിന്നെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിറ്റേ ദിവസം ഇപ്പോൾ നമുക്ക് ജോലിക്ക് പോകാനുള്ളവരാണെങ്കിലും സ്കൂളിൽ പോകാനുള്ളവരാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സ് ഒക്കെ നമ്മൾ അയൺ ചെയ്ത് നമ്മളവിടെ എടുത്ത് വെക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഈ 9 മണി മുതൽ 10:30 വരെയുള്ള സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് രാവിലെ നല്ല ഈസിയാണ്, കുറേ സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ബാഗിലേക്ക് വേണ്ട ബുക്കുകൾ, പെൻസില്, സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്, അങ്ങനെ ഓഫീസിലേക്കുള്ളവരാണെങ്കിൽ അവിടേക്ക് വേണ്ട കാര്യങ്ങൾ അതെല്ലാം ഒന്ന് നമ്മൾ ബാഗിൽ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള നമ്മൾ ലഞ്ചിന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ള തീരുമാനിച്ചിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് പിറ്റേ ദിവസം കൊണ്ടുപോകാൻ ഇപ്പം ഫോണ്, അതുപോലെ തന്നെ നമ്മുടെ വാച്ച് ഒക്കെ നമ്മൾ ചാർജ് ചെയ്യേണ്ടതാണെങ്കിൽ അതൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വെക്കുക. അങ്ങനെ ചാർജ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് നമ്മൾ ചാർജ് ചെയ്ത് സെറ്റാക്കി വെക്കുക. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീക്കാനുള്ള അലാമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഈ 9 മണി മുതൽ 10:30 വരെയുള്ള സമയങ്ങളിൽ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ 10:30ക്ക് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജെൻറൽ സ്ട്രെച്ചസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് നമുക്ക് എന്താണ് മസിൽസിനൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ജെൻറൽ സ്ട്രെച്ചസൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് കാമായിട്ട് നല്ല പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കുക. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല നേച്ചർ സൗണ്ടൊക്കെ ഒന്ന് ആസ്വദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടും.
അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പിറ്റേ ദിവസത്തേക്കുള്ള ഇൻറ്റൻഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പിറ്റേ ദിവസം ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ബ്രഷ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സല്ല അല്ലാതെ നമ്മൾ കംഫർട്ടബിളായി നമുക്ക് കിടക്കാൻ ചിലർക്ക് നൈറ്റി ആയിരിക്കും കുറച്ച് എന്താ പറയുക കുറച്ച് ഇതായിട്ട് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. ചിലർക്ക് അല്ലെങ്കിൽ ഷോർട്ട്സും അങ്ങനത്തെ ഇതായിരിക്കും, ടോപ്സ് ആയിരിക്കും. അങ്ങനത്തെ എന്താണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് കിടക്കാൻ അങ്ങനത്തെ ഡ്രസ്സൊക്കെ നമ്മൾ ധരിക്കുക. പിന്നെ അങ്ങനെ നമ്മൾ കിടക്കാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ നമ്മൾ തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുക. പിന്നെ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ഈവനിങ് ടു നൈറ്റിൽ നമ്മൾ നല്ലൊരു എല്ലാം നമ്മൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അപ്പം നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ്. പിറ്റേ ദിവസം നമ്മളപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈവനിങ് ടു നൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് പിറ്റേ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിലാക്സേഷനോട് കൂടി നമുക്ക് ഉറങ്ങാനും പറ്റും. പിറ്റേ ദിവസം രാവിലെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ നല്ല ഒരു ഹാപ്പി മോർണിംഗ് ആയിരിക്കും. നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഉണരാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ രാവിലെ നല്ല പ്രൊഡക്റ്റീവ് ആൻഡ് ഹാപ്പി മോർണിംഗ് ആയിട്ട് നമുക്ക് മാറ്റാനും പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ശീലങ്ങളെല്ലാം നിങ്ങൾ 6 മണി മുതൽ 10:30 വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ശീലിക്കുക. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ടെൻഷനൊന്നും അടിക്കാതെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരിക്കും. അങ്ങനെ ഹാപ്പിയുള്ള മോർണിംഗ് ആണെങ്കിൽ അന്നത്തെ ദിവസം നല്ല പ്രൊഡക്റ്റീവ് ഡേ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം. അതുവരേക്കും ബൈ.